കൂട്ടുകാരെ മലയാളം നൈറ്റ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കലും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നേക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ കാറിൻ്റെയൊക്കെ നമ്മൾ ഇതിനൊക്കെ ആൾട്ടായാലും അതിനങ്ങനെ നമ്മൾ ഈ കാറിൻ്റെയൊക്കെ ലോക്ക് കംപ്ലൈൻ്റ് ആയി ലോക്കെല്ലാം നമ്മളെ ഹാൻഡിൽ ഡോർ ഹാൻഡിൽ കംപ്ലൈൻറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് മാറാനുള്ള വീഡിയോ. അപ്പോൾ അതിലായിട്ട് വലിയ പണിയൊന്നുമില്ല. നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഒരു സ്ക്രൂ ഡ്രൈവറും കാറും പ്ലേറ്റൊക്കെയാണ്. അത് അത്ര സാധനം മാത്രമാണ് നമുക്ക് ഈ കാറിൻ്റെയൊക്കെ ഹാൻഡിൽ മാറാനായിട്ട്. അതിന് വർഷോപ്പിൽ കൊണ്ടുപോയി നമ്മൾ കുറേ സമയത്ത് നമ്മുടെ ടൈമും വേസ്റ്റ് ആയി കളയേണ്ട, പൈസ കൊടുക്കണം, നമ്മൾ സ്വന്തമായിട്ട് തന്നെ മാറാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാറിൻ്റെയൊക്കെ ഹാൻഡിൽ എങ്ങനെയാണ് മാറണമൊക്കെ ഡോർ ഹാൻഡിൽ എങ്ങനെയാണ് മാറണം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോയ്ക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്താണ് ബെല്ലൈക്കൻ ആളാക്കിടാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യണം നമുക്ക് പുതിയ വീഡിയോയിലെ പ്രയോജനം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ആൾട്ടോ കാറിൻ്റെ ഹാൻഡിൽ പൊട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും. അത് ലോക്ക് കിടന്ന സമയത്ത് ഡോർ വലിച്ച് തുറന്ന സമയത്ത് പൊട്ടിപ്പോയതാണ് ലോക്ക് കിടന്ന സമയത്ത്. അപ്പം ഈ ഹാൻഡിൽ നമുക്ക് മാറാനായിട്ട് ഞാൻ പുതിയ ഹാൻഡിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ഹാൻഡിൽ നമുക്ക് മാറാം. അപ്പോൾ പുതിയ ഹാൻഡിൽ മേടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം സെയിം കളർ ഹാൻഡിൽ കിട്ടാറില്ല. അത് ബ്ലാക്കാണ് വരുന്നത്. ബ്ലാക്ക് കളർ കൊണ്ടുവന്ന് പെയിൻ്റ് അടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത് പെയിൻ്റ് അടിച്ചെടുക്കാതെ ആ പഴയ ഹാൻഡിൽ തന്നെ, ആ സിൽവർ കളർ പഴയ ഹാൻഡിൽ തന്നെ നമുക്ക് എങ്ങനെ ഇതിൽ ഇപ്പോൾ ഈ പുതിയ ഹാൻഡിൽ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് പറ്റുമോ എന്നുള്ളത് നോക്കാം. പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുതിയ ഹാൻഡിൽ തന്നെ ഇട്ട് പെയിൻ്റ് അടിക്കേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം. ഇളക്കിയതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ ആ പഴയ ഹാൻഡിൽ ഇതിൻ്റെ ആ പിടി യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ആദ്യം നമ്മളിപ്പോൾ വണ്ടി ഓപ്പണാക്കി ബാക്ക് സൈഡ് അകത്തുനിന്ന് തുറക്കാൻ പറ്റുള്ളൂ. ഹാൻഡിൽ പൊട്ടിയുണ്ട്, പുറത്തുനിന്ന് തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അകത്തുനിന്ന് തുറന്നതിന് ശേഷം നമുക്ക് നോക്കാം അതെങ്ങനെ അത് മാറാൻ പറ്റുമെന്നുള്ളൂ. ഇപ്പം ഞാൻ അത് തുറന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ തുറന്ന ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹാൻഡിലും നമ്മളെ ഗ്ലാസ് പൊക്കണയൊക്കെ മാനുവലായിട്ട് പൊക്കണ കറക്കി പൊക്കണയൊക്കെ ഉള്ളത്. അപ്പോൾ ആ മാനുവലായി പൊക്കണതിൻ്റെ അകത്തൊരു കറുത്ത ലോക്കുണ്ട്, അത് ഇളക്കി മാറ്റണം. അതിനുശേഷം മേലെ നിങ്ങൾ കറുത്തൊരു സ്ക്രൂ വേണം, അത് ഇളക്കണം. ഈ ചെറിയ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വയ്ക്കുന്നതിൻ്റെ കുഞ്ഞ് മൊബൈൽ ഹോൾഡർ കണക്ക് ഇരിക്കുന്നതിൻ്റെ മൊബൈലൊക്കെ ഇറക്കി വയ്ക്കുന്നതിൻ്റെ അവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അതെല്ലാം നമുക്ക് ഇളക്കി മാറ്റേണ്ടതാണ്. ആദ്യം നമുക്ക് ഈ റൗണ്ടിൻ്റെ അതായത് ഗ്ലാസ് പൊക്കണ ഹാൻഡിലിൻ്റെ ലോക്ക് ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് തെന്നി പുറത്തോട്ട് എടുത്ത് മാറ്റാൻ പറ്റുന്നതാണ്. നമുക്ക് തെന്നി പുറത്തോട്ട് എടുക്കാം. അപ്പോൾ എന്താ നമുക്ക് ആ ക്ലിപ്പ് തന്നെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലിപ്പ് ഇനി വലിച്ചൂരി എടുത്താൽ മതി. ഇത് കണക്കൊരു ക്ലിപ്പാണ്. അത് തെറിച്ച് പോകാൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇളക്കിയെടുക്കുമ്പോഴൊക്കെ. അതിനുശേഷം ഹാൻഡിലിഞ്ഞ് ഊരി പതുക്കെ പൊട്ടാത്ത രീതിയിൽ പതുക്കെ ഊരി നമുക്ക് ഇനി എടുക്കാം. അപ്പോൾ നമ്മൾ അത് ഊരി മാറ്റിക്കഴിഞ്ഞു. ഇനി മൊബൈലൊക്കെ സൈഡ് വയ്ക്കാനുള്ള ഈ ഹോൾഡറും അത് കണക്ക് തന്നെ നമുക്ക് എന്താ പൈസ ഇട്ട് വയ്ക്കാനും ബാക്കിലിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ ഇട്ട് വയ്ക്കാനുള്ള ഈ ഡ്രാ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ അത് സ്റ്റാറാണ്. സ്റ്റാർ ഉപയോഗിച്ച് വേണം ഇളക്കാൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്ക്രൂവും സ്റ്റാറാണ്. നമ്മൾ സ്റ്റാർ ഉപയോഗിച്ച് ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഇനി അത് പൊക്കിയെടുത്താൽ മതി. പ്രത്യേകം പറയുന്നത് സ്ക്രൂ ഒന്നും പോകാതെ ശ്രദ്ധിച്ചോണം നിങ്ങൾ ഈ ക്ലാമ്പിലായിട്ട് ടൈറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇളക്കാനുള്ളത് നമ്മളകത്തുനിന്ന് ഓപ്പൺ ആക്കുന്ന ലിവറാണ്. അത് ഈ സ്റ്റാറാണ്. ഈ സ്റ്റാർ അത് നമ്മൾ സ്റ്റാർ സ്കൂട്ടർ വെച്ച് നമ്മളത് ഊരിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ഇളക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ. പൊട്ടിപ്പോവരുത്. അകത്തൊക്കെ ഇതിൻ്റെ സ്റ്റീലിൻ്റെ അതിൻ്റെ റാഡ് വന്നിട്ടിൻ്റെ അകത്തോട് ലോക്കിൻ്റെ റാഡൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് പൊട്ടാത്ത രീതിയിൽ തന്നെ ഇളക്കിയെടുക്കണം. നമ്മളിപ്പോൾ ആ സ്റ്റാർ സ്ക്രൂ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഇടതോട്ട് പ്രസ് ചെയ്തതിന് ശേഷം അതിന് ഊരിയെടുത്താൽ മതി. വലതോട്ട് അതിൻ്റെ ഒരു ക്ലിപ്പുള്ളതുകൊണ്ട് നമ്മൾ നേരെ പിടിച്ചാൽ വരത്തില്ല. ജസ്റ്റ് ഒന്ന് ഇടതോട്ട് തള്ളിയതിന് ശേഷം അതിന് ഊരിയെടുത്താൽ മതി. അതിന് ഊരി വരുന്നതാണ്. അപ്പോൾ നമ്മൾ അത് ഇളക്കി മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ഇളക്കാനുള്ളത് ഇവിടെ ഒരു പിന്നുണ്ട്. ഈ പിന്ന് ക്ലിപ്പാണ്. ആ പിന്ന് നമ്മൾ ഇളക്കിയെടുക്കണം. അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിപ്പ് വിടും. അതിനുശേഷം നിങ്ങൾക്ക് ഇനി ഊരിയെടുത്താൽ മതി. ഇത് കണക്കായിരിക്കുന്നത് ഇതിൻ്റെ നമ്മളെ റോൾ ഫ്ലക്ക് കണക്കെ തന്നെ അത് സംഭവം ജസ്റ്റ് ഫുള്ളിലോട്ട് അതിൻ്റെ സെൻറ്ററിലുള്ളതൊന്ന് ഫ്രണ്ടിലോട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് നെറ്റ് സൈഡിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് ഊരി വരുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ മേലത്തെ ഇതിൻ്റെ കവർ ഇളക്കാം. അതെല്ലാം ക്ലിപ്പാണ്. നമ്മൾ കൈ വെച്ചിട്ട് പതുക്കെ സൈഡിട്ട് ഇളകി കഴിഞ്ഞാൽ ആ ക്ലിപ്പെല്ലാം ഓരോഞ്ഞ് ഇളവി വരുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം വെള്ള ക്ലിപ്പുകൾ മേലെ കാണാം. ഈ വെള്ളയെല്ലാം അതിൻ്റെ പിൻ ടൈപ്പ് ക്ലിപ്പുകളാണ്. അതെല്ലാം നമ്മൾ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ പിടിച്ചാൽ മതി. അത് ഇളവി വരുന്നതാണ്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇളക്കാനുള്ള ഈ വലിയ ഡോറിൻ്റെ ഈ വലിയ ഭാഗമാണ്. അത് നിങ്ങൾ ഈ എല്ലാ സൈഡിലും നേരത്തെ കാണിച്ച കണക്കുള്ള ക്ലിപ്പുകളുണ്ട്. ആ ക്ലിപ്പ് കൈയിട്ട് പതുക്കെ പൊട്ടാത്ത രീതിയിൽ ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഞാൻ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ലോക്ക് ഒന്ന് മേലോട്ട് ചരിച്ചതിന് ശേഷം അതാണ് ഞാൻ ആദ്യം പറഞ്ഞാൽ ലോക്ക് ഇളക്കിയെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇളക്കിയെടുക്കാറ്. നല്ല കെയർ കൊടുത്ത് ഇളക്കുക. ലോക്ക് മേലോട്ടൊന്ന് ചരിച്ച് വെച്ചതിന് ശേഷം ഇത് കണക്ക് ചരിച്ച് വെച്ചതിന് ശേഷം ആ ഡോറിൻ്റെ ആ അടപ്പിഞ്ഞ് പതുക്കെ ഊരിഞ്ഞ് മാറ്റിയാൽ മതി. ഇപ്പോൾ ഞാൻ പതുക്കെ ചരിച്ച് വെച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ ഊരിയെടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതേ കണക്ക് നിങ്ങൾ ഇനി ഊരിയെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഊരി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു പ്രശ്നമില്ല, ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഊരി മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഹാൻഡിലാണ്. ഹാൻഡിൻ്റെ സ്ക്രൂ ആണ് ഇനി അടുത്ത് നമുക്ക് ഇളക്കാനുള്ളത്. ഇതാണ് അതിൻ്റെ അകത്ത് നമുക്ക് തുറക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ റാഡൊക്കെ ഇനി ലോക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാണുന്ന അതിൻ്റെ ലോക്ക് സിസ്റ്റത്തിൻ്റെ മോട്ടറാണ് ഈ കാണുന്നത്.
അതിനുശേഷം നമ്മളിനി ഇളക്കാൻ പോകുന്നത് അതിൻ്റെ ഹാൻഡിലാണ്. ഹാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും 2 10-ൻ്റെ ബോൾട്ടിട്ടാണ് അത് അകത്ത് ടൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ 10-ൻ്റെ ബോക്സ് ഉപയോഗിച്ച് അതിന് ഇളക്കിയെടുക്കേണ്ടതാണ്. അതിന് പുറമായിട്ട് നമ്മൾ ആ ലോക്കിൻ്റെ ഒരു റാഡും അതിൽ വന്നിട്ടുണ്ട്. സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ റാഡ്. അപ്പോൾ ആ റാഡ് പതുക്കെ പൊട്ടാത്ത രീതിയിൽ വെളിയിലോട്ട് തള്ളിയാൽ മതി, അതിന് ഊരി വരും. ജസ്റ്റ് പുറത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് തള്ളിക്കഴിഞ്ഞാൽ അത് ഊരി വരും. അതിനുശേഷം ആ വൈറ്റ് ക്ലിപ്പിൽ നിന്ന് അത് ഊരി എടുത്താൽ മതി. ഇപ്പം ഞാനതിപ്പം ആ റാഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സൈഡിൽ ഇരിക്കുന്നുണ്ട്. റാഡ് ഞാൻ തള്ളി ഊരിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുന്നത് അതിൻ്റെ റാഡ്. ഇതിന് ശേഷം ഈ 10-ൻ്റെ ബോക്സ് ഉപയോഗിച്ച് ഞാൻ അത് അതിൻ്റെ ഹാൻഡിൽ ഊരാൻ പോവുകയാണ്. അപ്പോൾ റാച്ചറ്റ് ഊരാൻ പാടായതുകൊണ്ട് ഞാൻ ഒരു ഫ്ലാറ്റ് സ്കൂട്ടർ, വലിയ നീളത്തിലുള്ള ഫ്ലാറ്റ് സ്കൂട്ടർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന കണക്ക് ഈ ഫ്ലാറ്റ് സ്കൂട്ടർ ഇട്ട് ഇളക്കുമ്പോൾ നല്ല രീതിയിൽ ഇളക്കിയെടുക്കാൻ പറ്റും. കറക്റ്റ് സ്ട്രൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഞാൻ നെറ്റ് 10-ൻ്റെ 2 നെറ്റ് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇനിയിപ്പം ഹാൻഡിൽ ഊരി മാറ്റാം. നിങ്ങൾക്ക് ഇവിടെ കാണാം 10-ൻ്റെ 2 നെറ്റും ഞാൻ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഹാൻഡിൽ ഊരിയെടുക്കാം. അപ്പുറ സൈഡിൽ നിന്ന് ഹാൻഡിൽ ഊരിയെടുക്കാം. ഈ കാണുന്ന അതിൻ്റെ ആ ഹാൻഡിൽ പിടിച്ചിട്ട് നേരത്തെ തള്ളി ഊരിയ അതിൻ്റെ ആ റാഡ്, ലോക്കിൽ നിന്ന് വരുന്ന റാഡ്. അപ്പോൾ നമ്മൾ അപ്പുറ സൈഡിൽ നിന്ന് ഞാൻ ഈ ഹാൻഡിൽ ഞാൻ ഊരിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞിടാത്തവർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാം. ഞാനും ഇത് കണക്ക് നോക്കിയാണ് ഇത് ഇളക്കിയത്. ഇളക്കി എനിക്ക് വലിയ പാടായിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ കടയിൽ കൊണ്ട് കൊടുത്ത് ചുമ്മാ എന്തിനാണ് നമ്മൾ പൈസ വേസ്റ്റായി കളയണം. ഒരു ലോക്ക് നമ്മൾ ഈസി ആയിട്ട് ഇത് കണക്ക് നമുക്ക് ശകലം അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് ഇളക്കിയെടുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അതിനുശേഷം എന്താ പുതിയ ലോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. പുതിയ അതിൻ്റെ ഹാൻഡിൽ ലോക്കല്ല, ഹാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ഹാൻഡിൽ നമുക്ക് ഇനിയിപ്പോൾ പൊട്ടിച്ച് നമുക്കത് മാറാം. നമ്മൾ ആരെയും ഒരു കടയിലൊന്നും കൊണ്ടുപോയി പൈസയും കൊടുക്കാതെ നമുക്ക് പതുക്കെ ഈ യൂട്യൂബിലും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ശകലം ഇതിനെക്കുറിച്ച് ചെറിയൊരു ഗ്രാഹ്യം മതി. നമുക്കിതൊക്കെ സ്വന്തമായിട്ട് തന്നെ ഈ ലോക്കൊക്കെ മാറാം. ചുമ്മാ അവർക്ക് കൊണ്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ടാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്താണ് ബെല്ലൈക്കൻ ആളാക്കിടാനും മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തെന്നാൽ മറന്നു, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് തന്നെ കാണുക. അപ്പോൾ ഇതാണ് പുതിയ ഡോർ ഹാൻഡിൽ. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാം, ഇത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇത് ഈ ഹാൻഡിലാണ് ഞാൻ വെക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് പെയിൻറ്റിംഗ് കടയിൽ കൊണ്ട് ഈ സെയിം സിൽവർ കളർ പെയിൻറ്റ് ഇത് അടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ഹാൻഡിൽ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ പഴയത് നോക്കാം. പഴയതായി ഇവിടെ നിന്നാണ് പൊട്ടി വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഹാൻഡിൻ്റെ ഈ ഭാഗം ഈ പുതിയ ഹാൻഡിൽ ഇളക്കി എടുത്തിട്ടാൽ ഇവിടെ മാറാൻ പറ്റും എന്നാണ് എൻ്റെ വിചാരം. മാറാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ക്ലിപ്പ് പൊട്ടിപ്പോയത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ പിടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിടിയെന്ന് പറഞ്ഞാൽ 2 ഹോളാണ് അപ്പുറം അപ്പുറം. ഇതിൻ്റെ റാഡ് കയറി കിടക്കാനായിട്ട് 2 ഹോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഹോള് ഞാൻ നോക്കിയിട്ട് പൊട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ഹോളുണ്ട്, ഈ സൈഡിൽ ഒരു ഹോളുണ്ട്, അതിനൊക്കെ ഇപ്പുറത്തൊരു ഹോളുണ്ട്, അതേ സെയിം അതിൻ്റെ ഇപ്പുറ സൈഡിൽ ഒരു ഹോളുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഇപ്പുറ സൈഡിലും അതേ സെയിം ഒരു ഹോളുണ്ട്. അപ്പോൾ ഈ ഹോളിൽ ആ സ്പ്രിങ് കറക്റ്റ് ഇട്ട് പ്രസ് ചെയ്ത് ആ ഹോളിൽ വീടും. ആ പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഹാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റും. പഴയ ഹാൻഡിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ കയറ്റി ഒരു സൈഡിലോട്ട് കയറ്റി ഇട്ടിട്ട് നമ്മൾ തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ നേരെ ലോക്കായിട്ട് മറ്റേ ഹോളിൽ ചെന്ന് വീടുന്നതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഈസി ആയിട്ട് അത് ഇട്ട് കഴിഞ്ഞു. ഇതാണ് പഴയ പൊട്ടിപ്പോയത്. അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന സ്പ്രിങ് പഴയതിൻ്റെയാണ്. നിങ്ങൾക്ക് കാണാം ഇത് പുതിയതാണ്. പുതിയതെന്ന് ഞാൻ ഇവിടെ കട്ട് ചെയ്തൊക്കെ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. അത് ഇളക്കിയെടുത്ത് പൊട്ടാത്ത രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന്, നല്ല കെയറായി ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പുതിയതിൻ്റെ ഭാഗം എടുത്തിട്ട് പഴയ ഹാൻഡിൽ ഇട്ടിട്ടുണ്ട്. അതിപ്പം സ്പ്രിങ് കറക്റ്റാണ്, എനിക്ക് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് ഈ ക്ലിപ്പും കൂടെ മാറ്റി, ഈ പുതിയ ക്ലിപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് ക്ലിപ്പും കൂടെ മാറ്റി ആ പുതിയ ക്ലിപ്പ് ഇടാം. അതുകൊണ്ട് ഞാൻ സ്കൂട്ടർ ഇട്ട് ഒരു ക്ലിപ്പാണ് അതിൽ മുട്ട് കണക്കിരിക്കും. അത് ഞാൻ സ്കൂട്ടർ ഇട്ട് തള്ളി ഇളക്കിയിട്ടുണ്ട്. ഇതാണ് ഈ സംഭവം. ഇത് ഇനി നമ്മൾ ആ പഴയതിൽ കയറ്റി ഇടുകയാണ്. പഴയതിൻ്റെ ക്ലിപ്പ് എടുത്ത് കളഞ്ഞ് പുതിയതിൻ്റെ ക്ലിപ്പ് ഇടുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാറിൻ്റെ മേലിരിക്കണേന്ന് അതിൻ്റെ ക്ലിപ്പ്, ഞാനിപ്പോൾ ആ പുതിയ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് റാഡിൽ പിടിച്ച് ഇരിക്കുന്നത്. റാഡ് ഇളകി പോകാതിരിക്കാൻ വേണ്ടി അകത്ത് കയറ്റിയിട്ടിട്ട് ആ കൊട കണക്കിരിക്കുന്ന സാധനം അതിൽ പിടിച്ച് അകത്തോട്ട് അങ്ങ് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കത് സെറ്റ് ചെയ്യണം. ഞാൻ കറക്റ്റ് ഡോർ തിരിച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി അകത്തിട്ട് നമ്മൾ നെട്ടിട്ട് അത് ടൈറ്റ് ചെയ്യണം. 10-ൻ്റെ ആ നെട്ടിട്ട് ടൈറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ അകത്ത് അതിൻ്റെ റാഡലായിട്ട് ആ വൈറ്റ് കളർ ക്ലിപ്പ് അത് ഇട്ട് വെച്ചേക്കണൊക്കെ കാണാം. അതിനുശേഷം ഈ 2 10-ൻ്റെ ബോൾട്ട് ഇട്ട് നമുക്കത് ടൈറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ 10-ൻ്റെ ബോൾട്ട് ഇട്ട് ഇളക്കിണക്കിയാണ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡോർ വെളിയിൽ നിന്ന് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റ് ഇതിൻ്റെ അകത്ത് ഡോർ വർക്കാവുന്നത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മൾ ചെയ്ത ശരി തന്നെയെന്ന്. കറക്റ്റായിട്ട് അത് വർക്ക് ആവുന്നുണ്ട്. കറക്റ്റ് നമ്മൾ ഓപ്പൺ ആവുന്നുണ്ട്, അടയുന്നുണ്ട്, എല്ലാം കറക്റ്റാണ്. അപ്പം
ഇത്രയേ ഉള്ളൂ മാറാൻ. ഇത് മാറാൻ നിങ്ങൾ കടയിൽ കൊണ്ട് കൊടുത്ത് നിങ്ങളുടെ സമയവും പൈസയും കൊടുത്ത് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തം കണ്ടാൽ നിങ്ങൾക്ക് മാറാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള പണിക്കൊന്നും വെറുതെ പൈസ കളയണ്ട. അപ്പം ഈ എന്താണെന്ന് പറയാം, നമുക്ക് ഈ ഡോറൊക്കെ ഈസി ആയിട്ട് മാറാം. ചെറിയ ഒരു നമ്മളെ കുറച്ച് സ്റ്റാറും ഫ്ലാറ്റും ഒരു പ്ലെയറും ഒക്കെ വീട്ടിൽ തന്നെ കാണും എല്ലാവരുടെ വീട്ടിലും. അത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് മാറാൻ പറ്റുന്നുള്ളൂ. ഇതൊന്നും വലിയ പണികളൊന്നും അല്ല. നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം മാറിയെടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമ്മൾ ഇളക്കിണക്ക് എല്ലാ സാധനങ്ങളും തിരിച്ചതിൻ്റെ അകത്ത് ഒരു ഫിറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഹാൻഡ് അടപ്പെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷമുണ്ട്. അതിനുശേഷം ആ ഡോർ ഹാൻഡിൽ അതിനൊക്കെ ചരിച്ചതിനെ എടുത്തിട്ടുണ്ട്. ലോക്ക് സിസ്റ്റം അത് കറക്റ്റ് ഹോളിൽ കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഇടുമ്പോൾ കണ്ട ഇതിൻ്റെ ഈ അതിൻ്റെ മൊട്ട് കറക്റ്റ് ആ ഹോളിൽ പോയി ലോക്കായിരിക്കണം. അത് വെച്ചിട്ട് ചെറുതായി തള്ളി കൊടുത്താൽ മതി. അപ്പോൾ അത് ലോക്കാക്കിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കളഞ്ഞ ആദ്യം ഇളക്കിയ സൈഡിലെ ഒരു ക്ലിപ്പ്, ആ ക്ലിപ്പ് ഒന്ന് വെളിയിലോട്ട് തള്ളി വെച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് പോയി അങ്ങ് ലോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുങ്ങൾക്ക് ഇതാ ആ ഹോളിലോട്ട് ഞാൻ കയറ്റി വെച്ച് എന്നിട്ട് അതിൻ്റെ വെളിയിലത്തെ ആ മുട്ടൊന്ന് തള്ളി അകത്തോട്ട് കയറുമ്പോൾ ടക്കുന്ന സൗണ്ട് കേട്ടാൽ അത് ക്ലോസ് ആവുന്നതാണ്. ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്, അത് ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് അടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലോക്കെല്ലാം വെച്ച് സെറ്റ് ചെയ്യണം. നമ്മൾ ഇളക്കി തന്നെ ഇത് കയറ്റി വെച്ചിട്ട് കയറ്റി വെച്ചിട്ട് ഇത് വലത്തോട്ട് തള്ളുമ്പോൾ അതുപോലെ ലോക്ക് ആവുന്നതാണ്. പിന്നെ അതിനുശേഷം അതിൻ്റെ സ്ക്രൂ ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മളിപ്പോൾ ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്ക്രൂ ഇട്ട് നമ്മൾ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ടൈറ്റായി. അധികം വലിച്ച് ടൈറ്റ് ചെയ്താൽ പ്ലാസ്റ്റിക്കാന്ന് പൊട്ടിപ്പോകും. അപ്പം നോർമൽ ടൈറ്റ്, നമ്മളെ കൈക്ക് നോർമൽ ടൈറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ആ കപ്പ് ഇടണം. ആ കപ്പ് അത് കണക്ക് തന്നെ കറക്റ്റ് കപ്പ് കയറ്റിയിട്ടിട്ട് അതിൻ്റെ സ്റ്റാർ ഇട്ട് ആ ക്ലാമ്പിൽ അങ്ങ് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ആ സ്റ്റാർ ഇട്ട് അത് ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. വലിച്ച് ടൈറ്റ് ചെയ്യൽ പൊട്ടിപ്പോവും. നോർമൽ ടൈപ്പ് ചെറുതായിട്ട് ഒരു നോർമൽ ടൈപ്പിൽ ടൈറ്റ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിടാനുള്ള ഗ്ലാസ് പൊക്കാനുള്ള ഹാൻഡിലാണ്. അപ്പോൾ ഈ ഹാൻഡിൽ നമ്മളുടെ ഈ ക്ലിപ്പ് ഫസ്റ്റിലേക്ക് കയറ്റിയിടണം. ഇട്ടിട്ട് ക്ലിപ്പ് ഇടാൻ പാടാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലിപ്പ് ഫസ്റ്റിലേക്ക് കയറ്റിയിടണം. കയറ്റിയിടുമ്പോൾ അതിൻ്റെ നമ്മളെ കറക്കണ ഹാൻഡിലിൻ്റെ ഭാഗത്തൊരു ചെറിയൊരു മൊട്ട് മേലോട്ട് നിൽപ്പുണ്ട്. ആ മൊട്ടിൻ്റെ സ്ഥലത്ത് വെച്ചിട്ട് വേണം ആ ക്ലിപ്പ് ഇടുക. എന്ന് വെച്ചാൽ ക്ലിപ്പ് മൊത്തം താരത്തില്ല, ഇളക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ് അവർ കമ്പനി വെച്ചേക്കുന്നത്. അതിനുശേഷം അതിൻ്റെ വെളിയിലത്തെ കവറും കൂടെ ഇട്ടിട്ട് കയറ്റി വെച്ച് ചെറുതായിട്ടൊന്ന് അകത്തോട്ട് തള്ളി കൊടുത്താൽ മതി. ഒരു പ്രസ് തട്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് പോയി കറക്റ്റ് ക്ലിപ്പിങ്ങിൽ വീഴുന്നതാണ്. പിന്നെ അത് ഇളകി വരത്തില്ല. ഇതായിപ്പോൾ നമ്മളെ ഗ്ലാസ്സൊക്കെ കറക്റ്റ് വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഗ്ലാസ് കയറ്റിയിട്ട് നോക്കാം. ഇനി ഊരി വരുന്നുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഒരു പ്രശ്നമില്ല, ഗ്ലാസ്സൊക്കെ നല്ലപോലെ കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ്. നമ്മൾ ടൂൾസൊക്കെ പറക്കി മാറ്റിയതിന് ശേഷം ലാസ്റ്റിലത്തെ ഈ ക്ലിപ്പ് നമ്മൾ ക്ലിപ്പല്ല, ലാസ്റ്റിലത്തെ നമുക്ക് ഈ കവർ ഇടണം. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കവറും കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഈ വൈറ്റ് കാണുന്ന രണ്ട് പിന്ന് ആ ഹോളിലും മേലൊരു ചെറിയൊരു പിന്നുണ്ട്. അതും കറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ മേളത്തെ ഹോളിലും കൂടെ കറക്റ്റാക്കിയതിന് ശേഷം ഒരൊറ്റ തട്ട് തട്ടി കൊടുത്താൽ മതി. അതങ്ങ് പോയി ക്ലിപ്പിംഗ് ആവുന്നതാണ്. ഇപ്പം നമ്മളിതാ തട്ടി ക്ലിപ്പാക്കുകയാണത്. ഇപ്പോൾ ക്ലിപ്പായിട്ടുണ്ട്. ഇപ്പം നമ്മളെ ഡോറിൻ്റെ പണി ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെയാണ്. നമ്മൾ ചുമ്മാ വർക്ക്ഷോപ്പിൽ കൊറോണ സമയത്ത് പോയി പൈസയും കളയണ്ട, ടൈം വേസ്റ്റ് ആക്കണ്ട. അത് ഓക്കെ. ഇതാ പുതിയ കണക്ക് തന്നെ നമ്മൾ ആ പെയിൻറ് അടിക്കാതെ തന്നെ പഴയത് തന്നെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൂൾസ് എല്ലാം എടുത്ത് മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കനും ആളാക്കിയിടാനും മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ദയവ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. അതിനുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ സുഹൃത്തിൻ്റെ വണ്ടിക്കൊക്കെ ഇതിനൊക്കെ പ്രോബ്ലം കാണും. അവർക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടി ഈ കൊറോണയൊക്കെ കണ്ട് മടിച്ച് നിൽക്കിയിരിക്കും. നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ സുഹൃത്തിനും ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വർക്കുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം.